38കാരനും 16കാരിയും ട്രെയിന് മുമ്പിൽ എടുത്തു ചാടി ആത്മഹത്യ ചെയ്തു. ആലപ്പുഴ കരുവാറ്റയിലാണ് സംഭവം. 38കാരൻ വിവാഹിതനും ഭാര്യയും 2 മക്കളുമുള്ള ആളാണ്. +1 വിദ്യാർത്ഥിനിയാണ് 16കാരി. ബുധനാഴ്ച രാവിലെ 11:30ക്കാണ് ഈ സംഭവം. കരുവാറ്റ റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിൽക്കൂടെ കൊച്ചുവേളി അമൃത്സർ എക്സ്പ്രസ് അതിവേഗത്തിൽ കടന്നുപോയി. അവിടെ സ്റ്റോപ്പില്ല, ആലപ്പുഴയിലെ സ്റ്റോപ്പുള്ളൂ. കരുവാറ്റ റെയിൽവേ സ്റ്റേഷനിൽ പല ട്രെയിനും സ്റ്റോപ്പില്ല, വളരെ ചുരുക്കം ചിലത് മാത്രമേ അവിടെ സ്റ്റോപ്പുള്ളൂ. അതുകൊണ്ട് അവിടെ സ്റ്റേഷൻ മാസ്റ്ററും മറ്റൊന്നുമില്ല, അവിടുന്ന് കയറി ഇറങ്ങാം എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് വിവാഹിതനും 2 കുട്ടികളുടെ പിതാവുമായ 38കാരനാണ്. അയാളുടെ ഭാര്യ വീടിനടുത്ത് ഉള്ള പെൺകുട്ടിയാണ് ഇപ്പം ഇയാളുടെ ഒപ്പം ട്രെയിനിന് മുമ്പിൽ ചാടി മരിച്ചത്. രഞ്ജിത്ത് എന്ന് പറഞ്ഞ 38കാരന് എന്താണ് വിവേകം, അല്ലെങ്കിൽ പാരമ്പര്യം, അല്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യ സ്ഥിതി, ഇവിടുത്തെ അവസ്ഥ, അതൊന്നും അയാൾക്ക് അറിയില്ല. അയാൾ അന്തം വിട്ട് 16കാരിയെ പ്രേമിച്ചു. +1 വിദ്യാർത്ഥിനിയാണ്. അത് എന്താണ്, ഭാര്യ വീടിനടുത്തുള്ള ഈ കുട്ടിയുമായിട്ട് ഇയാൾ കയറി അടുത്തു. ആ പെൺകുട്ടി ഇങ്ങോട്ട് അടുത്തു. തൊട്ടടുത്ത വീട്ടിലെ ഭാര്യ 2 മക്കളുമുള്ള ഒരാളെയാണ് താൻ പ്രേമിക്കുന്നതെന്ന് ആ പെൺകുട്ടിക്ക് തോന്നുന്നില്ല. അയാളും അതുപോലെ ആ കുട്ടിയോട് പെരുമാറി. ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഈ വ്യക്തി എങ്ങനെയാണ് ഈ 16കാരിയായിട്ട് കൂടുതൽ ബന്ധപ്പെടുന്നത്? അയാൾക്ക് ഭാര്യയുണ്ട്, 2 കുട്ടികളും ഇല്ലേ. അയാളുടെ ചിന്താഗതികൾ വ്യത്യസ്തമാണ്. അയാള് സെക്സിന് വേണ്ടി നടക്കുന്ന ഒരാൾ തന്നെ. 40 വയസ്സുള്ള ഒരാളാണ്. പ്രായപൂർത്തിയാകാത്ത +1 പഠിക്കുന്ന ദേവിക എന്ന കുട്ടിയുമായിട്ട് അടുക്കുന്നതും സ്നേഹബന്ധത്തിലാകുന്നത്. അത് 2 പേരും ആത്മഹത്യയിലേക്ക് അത് വഴിതെളിച്ചു. കരുവാറ്റ ആ റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നാല് സ്ട്രെയിറ്റ് ആയിട്ട് ദൂരെ നിന്ന് ട്രെയിൻ വരുന്നത് കാണാം, പോകുന്നതും കാണാം. അവിടെ വളവൊന്നുമില്ല, സ്ട്രെയിറ്റ് ലൈനാണ്. അവിടെ ബൈപ്പാസിന്റെ റോഡിൽ നിന്ന് ഒരു ബൈക്കിൽ ഇയാളും ഒരു കുട്ടിയും വരുന്നത് അവിടുത്തെ ഗേറ്റ് കീപ്പർ, കരുവാറ്റ റെയിൽവേ സ്റ്റേഷനിലെ ഗേറ്റ് കീപ്പർ ശ്രദ്ധിച്ചു. അവർ 2 പേരും ബൈക്ക് അവിടെ വെച്ചിട്ട് പ്ലാറ്റ്ഫോമിലേക്ക് കയറി. അപ്പൊ തന്നെ ഇയാൾ ചോദിച്ചു, അവിടെ ട്രെയിൻ അവിടെ നിർത്തുന്നതല്ലല്ലോ, ഇവരെന്തിനാണ് അവിടെ വന്നത്? അവിടെ ആരും സ്വീകരിക്കാനും അല്ല. ഗേറ്റ് കീപ്പർ സംശയമായി, പ്ലാറ്റ്ഫോമിൽ കയറി നിൽക്കുന്നു. അതിനുശേഷം ഇതിൽ എന്തോ പന്തികേട് ഉണ്ടെന്ന് ഇയാൾക്ക് തോന്നി. അയാളത് വാച്ച് ചെയ്തു, അവിടുന്ന് മാറിപ്പോകാനൊക്കെ പറഞ്ഞു. ഈ സമയത്ത് 2 പേരും അവിടെ പ്ലാറ്റ്ഫോമിൽ തന്നെ നിൽക്കുകയാണ്. അതിനുശേഷം അവർ 2 പേര് ചെരുപ്പ് അഴിക്കുന്നു. ട്രെയിൻ വരാറായി, ചെരുപ്പ് 2 പേരും അഴിക്കുന്നത് കണ്ടു. അപ്പോൾ ഉറപ്പിച്ചു അവരത് പെട്ടെന്ന് ട്രെയിൻ ദൂരെ നിന്ന് വരികയും ഹൈ സ്പീഡിൽ പോകുന്ന ആ ട്രെയിനിന്റെ മുമ്പിലേക്ക് 2 പേരും എടുത്തു ചാടി. ശരീരം 2 പേരും ചിന്നച്ചെതറി, 2 പേരും തലയും ചിന്നിച്ചെതറി. ആ 2 പേരെ മനുഷ്യ ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ അവിടെ ചെതറിക്കിടന്നു. അവിടുത്തെ ലോക്കപ്പ് ആയിട്ട് ഉടൻ തന്നെ ആലപ്പുഴയെ എത്തി. അവിടെ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർക്ക് വിവരം ധരിപ്പിച്ചു. കൊച്ചുവേളി അമൃത്സർ എക്സ്പ്രസ് 20 മിനിറ്റ് ആലപ്പുഴയിൽ കിടക്കേണ്ടി വന്നു. ഭാര്യ വീടിന് സമീപമാണ് ദേവികയുടെ വീട്. കരുവാറ്റ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് നേരത്തെ ഇയാളും ചിലപ്പോൾ പെൺകുട്ടിയും വന്ന് ഇവിടെയൊക്കെ പരിശോധിച്ചിട്ട് പോയിട്ടുണ്ടാവണം. കാരണം ദൂരെ നിന്ന് ട്രെയിൻ വരുന്നു, അവിടെ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പില്ല, വളരെ ഫാസ്റ്റായിട്ട് പോകുന്ന ട്രെയിന്. ഇതൊക്കെ അവർ മനസ്സിലാക്കി, അല്ലെങ്കിൽ ശ്രീജിത്തെങ്കിലും അത് മനസ്സിലാക്കിയിട്ടാണ് കുട്ടിയെ കൊണ്ട് അവിടെ വരുന്നത്. ചെരുപ്പ് അഴിച്ചപ്പം തന്നെ കാര്യങ്ങൾ പിടികിട്ടി. അയാൾ ഓടി വന്ന് അവരെ പിന്തിരിപ്പിക്കാൻ നോക്കിയ മുമ്പ് ട്രെയിൻ വന്നു ചാടുകയും ചെയ്തു. ഈ ഒരു ആത്മഹത്യയാണ് 38 വയസ്സ് അല്ലെങ്കിൽ 40 വയസ്സുകാരനും ഒരു പെൺകുട്ടിയും.
ചെറുതര കണ്ണോലി കോളനിയിലാണ് ഈ ശ്രീജിത്ത് താമസിക്കുന്നത്. പിതാവിന്റെ പേര് ശ്രീധരൻ നായർ, അമ്മ അംബിക. ഹരിപ്പാട് നടുവട്ടം കാട്ടിൽ ചിറയിലെ രവീന്ദ്രൻ നായരുടെ വിമലയുടെ മകളാണ് ദേവിക എന്ന 16 വയസ്സുകാരി. രണ്ടുപേരും നായർ സമുദായത്തിൽപ്പെടുന്നവരാണ്. ഇവർ തമ്മിൽ അടുക്കാനുള്ള കാരണം എന്താണ്? ആ കൊച്ചുകുട്ടി എന്തുകൊണ്ട് ഇയാളോട് അടുത്തു? ആ കുട്ടിക്ക് സാമാന്യ ബോധമില്ലയോ? 16-17 വയസ്സായെങ്കിലും ആ കുട്ടിക്ക് അടുത്ത വീട്ടിലെ ആ ഇഷ്ടപ്പെടുന്ന പുരുഷൻ, അയാൾക്ക് ഒരു ഭാര്യയും 2 മക്കളും ഉണ്ടെന്നറിയാം. ഇതൊക്കെ അവർക്ക് മനസ്സിലാകുന്ന പ്രായം തന്നെയാണ്. അതേസമയത്ത് ശ്രീജിത്തിന്റെ നിലപാട്, അയാൾക്കൊരു ഭാര്യയുണ്ട്, 2 കുട്ടികളുണ്ട്, അയാൾക്ക് 10-40 വയസ്സായി, പക്വത കഴിഞ്ഞു, ആ പ്രായമൊക്കെ കഴിഞ്ഞു. അയാൾ വാർദ്ധക്യത്തിലേക്ക് പോവുകയാണ്. പക്ഷേ അയാൾ ആ കുട്ടിയെ പ്രേമിച്ചു, കുട്ടി ഇങ്ങോട്ടും. അത് അവസാനം അത് എതിർപ്പായി. പെൺകുട്ടിയുടെ വീട്ടില് അവര് പല പ്രാവശ്യം പെൺകുട്ടിയോട് പറഞ്ഞു നോക്കി, ഇതിന്ന് പിന്തിരിയണം, അയാളുമായിട്ട് സ്നേഹിക്കുന്ന ബന്ധം നല്ലതല്ല എന്ന കുട്ടിയുടെ അടുത്ത് പറഞ്ഞു. അത് വകവെച്ചില്ല. അയാളെ തീർച്ചയായിട്ടും അയാളുടെ ഭാര്യയും അവരുടെ വീട്ടുകാരും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കി. ആ കുട്ടിയായിട്ട് കൂടുതൽ അടുക്കുന്നത് നല്ലതല്ല. പക്ഷെ ഒന്നും തടഞ്ഞു നിർത്താൻ പറ്റിയില്ല. ആ 2 പേരെ സ്നേഹത്തിന്റെ മുമ്പില് പ്രായവ്യത്യാസം ഉണ്ടെങ്കിലും അത് അല്പം കാഠിന്യം നിറഞ്ഞതാണ്. അതുകൊണ്ട് 2 പേരും, സമൂഹവും 2 വീട്ടുകാരും എതിർപ്പാണെങ്കിലും ആ എതിർപ്പിനെ വകവെച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരാളൊരു മൈനറാണ്, മറ്റേയാൾ മേജറും, ഭാര്യയും മക്കളും ഉണ്ട്. അതുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. ആ തീരുമാനം 2 പേരും യോജിച്ചെടുത്തു എന്നാണ് മനസ്സിലാകുന്നത്. ഇനി കുട്ടിയെ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയതാണോ എന്നും അറിയില്ല. കുട്ടി ഒരു ഷാമ്പു വാങ്ങാൻ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് പോയി എന്നാണ് വീട്ടുകാർ പറയുന്നത്. ആ പോക്കിലാണ് ശ്രീജിത്തിന്റെ ബൈക്കിന്റെ പുറകെ കയറി ആത്മഹത്യ ചെയ്തത്. ഇത് തീർച്ചയായിട്ടും ഒരു പഠന വിഷയമാക്കേണ്ട സബ്ജക്റ്റാണ്. കാരണം അയാൾക്ക് 40 വയസ്സുണ്ട്. കുട്ടികൾ എന്തുകൊണ്ട് അങ്ങോട്ട് ആകർഷിക്കപ്പെടുന്നു? അത്രയും പ്രായമുള്ള ആളിലേക്ക് ഈ മൈനറായ കുട്ടി എന്തുകൊണ്ട് ആകർഷിക്കപ്പെടുന്നു? ആ കുട്ടിയുടെ പ്രായത്തിലുള്ള ആരുമായിട്ട് ആ കുട്ടിക്ക് ബന്ധമില്ല. കുട്ടിയുടെ വീട്ടിലെ അവസ്ഥ എന്താന്ന് നമുക്കറിയില്ല, ഇയാളുടെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. 2 പേരും സ്ട്രെയിൻ്റെ മുമ്പില് ആത്മഹത്യ ചെയ്തത്, അത് നമുക്ക് ഒരു തരത്തിലും അത് വിശകലനം ചെയ്യാൻ, എന്തുകൊണ്ട് അങ്ങനെ അടുക്കുന്നു, എന്തുകൊണ്ട് ഇതുപോലെ 2 പേരും ഒരുപോലെ തീരുമാനമെടുത്ത് ആത്മഹത്യക്ക് പോകുന്നു. അതിൽ ഒരാള് മൈനറാണെന്ന് ആലോചിച്ചോണം. നമുക്ക് കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിലുണ്ടായ ഒരു ആത്മഹത്യ. ഒരേ വീട്ടിലെ 4 പേര്, അപ്പനും അമ്മയും. മൂത്ത മകൻ 25 വയസ്സ്, ഇളയ മകൻ 20 വയസ്സ്. 4 പേരും ഒരു ഹാളില് ഒരേ സമയം കയറി തൂങ്ങി എന്നൊരു വാർത്തയാണ് നമ്മളെയൊക്കെ അതിശയിപ്പിക്കുന്നത്. മനുഷ്യബന്ധങ്ങളിലുള്ള ആ രൂഢമായ ആഴത്തിലുള്ള ആ ബന്ധം, അപ്പനും അമ്മയും 2 മക്കളും അതുപോലെ സ്നേഹിച്ചു എന്ന് മനസ്സിലാക്കാം. ഇവിടെ മധ്യവയസ്സിലെത്തിയ ഒരാളും മൈനറായ കുട്ടിയും തമ്മിൽ അഗാധ ബന്ധത്തിൽ വന്ന് 2 പേരും ആത്മഹത്യ ചെയ്യുന്നതും കാണുന്നുണ്ട്. മനുഷ്യന്റെ മനസ്സ് വ്യത്യസ്തമായ രീതിയിൽ സഞ്ചരിക്കുന്നതാണ്. അത് ഒരു തരത്തിൽ നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയില്ല. ഇതുപോലെയുള്ള സംഭവങ്ങൾ പിന്തിരിയണമെങ്കിൽ നല്ല വായന വേണം, നമുക്ക് നല്ല അറിവുണ്ടാകണം, അതിന് വായിക്കണം, പരിസ്ഥിതി മുഴുവൻ കാണണം, ദൈനംദിനമുള്ള ന്യൂസുകൾ പത്രത്തിലും ചാനലിലൊക്കെ വരുന്നത് വായിക്കണം. മാനസികമായി നമുക്ക് നല്ല ധൈര്യവും നല്ല അറിവും ആഴത്തിലുള്ള ചിന്തയും വന്നെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ.